Have a nice day, my dear. എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്കിന്ന് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാട്ടോ. ആദ്യം നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. എല്ലാവരും സംസാരിക്കാതെ ഇരിക്കണേ. ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ എല്ലാവരും പ്രസന്റ് പറയണം കേട്ടോ. ടീച്ചർ അറ്റൻഡൻസ് എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് എടുത്ത് ടേബിളിൽ വെക്കണം. അറ്റൻഡൻസ് എടുത്ത എല്ലാവരും അമ്മു, ആമിന, ഏഞ്ചൽ, മിന്നു, റോസ്ലി, മീനാക്ഷി. മീനാക്ഷി എന്താ വർത്തമാനത്തിലായിരുന്നോ? അപ്പൊ ഓക്കെ കുട്ടികളെ, അപ്പൊ ഇന്ന് എല്ലാരും പ്രസന്റ് ആണല്ലേ? ഗുഡ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലീവ് ആവാൻ പാടുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ആവണം. കുട്ടികളെ, എന്നാ നമുക്കിനി ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഈ പീരീഡ് നമുക്ക് ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൽഫബറ്റ്സ് ആണ്. നിങ്ങൾ എല്ലാവരും ആൽഫബറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എ ബി സി ഡി എന്നൊക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴും കാർട്ടൂണൊക്കെ കാണുന്നവരല്ലേ? എന്റെ അമ്മ എനിക്ക് കാർട്ടൂൺ വെച്ച് തരാറുണ്ട്. അതിലുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ABCD സോങ് അല്ലേ? അതന്നെ. എന്താണ് അവിടെ രണ്ടുപേരും ഒരു ടോക്കിംഗ്? അയ്യോ, ഒന്നുമില്ല മിസ്. 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ 4 പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ആൽഫബറ്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ എ. അതാണ് ടീച്ചറുടെ കയ്യിലിരിക്കുന്നത്. കണ്ടു എല്ലാവരും? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇത് ഏത് ലെറ്റർ ആണ്? ക്യാപിറ്റൽ ലെറ്റർ എ. നമുക്ക് ഇനി ഇത് ബോർഡിലും കൂടി എഴുതാം. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഇത് ഏതാണ് ലെറ്റർ? ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതണേന്ന് നോക്കിയാലോ? ടീച്ചർ ആദ്യം ബോർഡിൽ എഴുതാട്ടോ, അതിനുശേഷം നിങ്ങൾ എഴുതിയാൽ മതി. ആദ്യം ഒരു സ്ലാൻഡിംഗ് ലൈൻ, പിന്നെയും ഒരു സ്ലാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സ്ലാൻഡിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. ടീച്ചറിന്റെ കയ്യിലോട്ട് നോക്കിക്കേ. എന്താ ടീച്ചറിന്റെ കയ്യിലിരിക്കുന്നേ? യെസ്, ആപ്പിൾ. A for apple. പിക്ചർ കണ്ടോ? A for apple. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെറ്റർ എ പഠിച്ചു കഴിഞ്ഞു. എല്ലാരും നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചേ. ടീച്ചർ കാണിച്ചെന്നില്ലായിരുന്നു എങ്ങനെ എഴുതണ്ടേന്ന്? 2 സ്ലാൻഡിംഗ് ലൈൻ, എന്നിട്ട് അതിനെ ജോയിൻ ചെയ്തിട്ട് ആരാ സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതി വെക്കട്ടെ നോട്ട്ബുക്കിലോട്ട്. നമുക്കിനി നെക്സ്റ്റ് ലെറ്റർ നോക്കാം. ബി. ക്യാപിറ്റൽ ലെറ്റർ ബി. എല്ലാവരും കണ്ടോ? ബിയുടെ ഷേപ്പ് കണ്ടോ? ഈ സൈഡിലുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. എല്ലാവരും കണ്ടില്ലേ? എന്നായി നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, then 2 big curves. Capital letter B. Once again, എല്ലാവരും ഒന്നുകൂടെ നോക്കിക്കേ. സ്റ്റാൻഡിംഗ് ലൈൻ, 2 big curves. B. Capital letter B. എല്ലാവരും ടീച്ചറിന്റെ കയ്യിലോട്ട് നോക്കിക്കേ. ഇത് എന്നതാ ടീച്ചറിന്റെ കയ്യിലിരിക്കുന്നത്? ബോൾ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ബോള്? നമ്മൾ A for apple പറഞ്ഞില്ലേ? അതേപോലെ ബിന്റെ നമുക്ക് പറയാം. B for ball. ഈ ഒരു പിക്ചർ കണ്ടോ? ഇത് നോക്കിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. B for ball. അടുത്ത ലെറ്റർ ആണ് സി. ക്യാപിറ്റൽ ലെറ്റർ സി. നല്ല രസമുണ്ടല്ലേ കാണാൻ? എല്ലാരും കണ്ടില്ലേ ക്യാപിറ്റൽ ലെറ്റർ സി എങ്ങനെ ഇരിക്കുന്നേന്ന്? കണ്ടുകഴിഞ്ഞോ? എന്നാ നമ്മൾക്ക് ഇനി സി ബോർഡിൽ എഴുതാട്ടോ. നോക്കിക്കോ, ഒരു വലിയ കർവ് വരയ്ക്കണം. കണ്ടോ? ഇത്രേ ഉള്ളൂ. സി. കർവ് എങ്ങനെ വരയ്ക്കുന്നേ? ഇങ്ങനെ. ക്യാപിറ്റൽ ലെറ്റർ സി. എന്റെ കയ്യിൽ മറ്റൊരു സാധനം ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ?
നോക്കിക്കേ പിക്ചറിലുണ്ട് എന്താണ് സി ഫോർ കാറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് ആൽഫബറ്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. കണ്ട എല്ലാവരും ക്യാപിറ്റൽ ലെറ്റർ ഡി. ഇപ്പൊ ഡി മറന്നു പോവില്ലല്ലോ. ഡി കണ്ട എല്ലാവരും. ഇനി നമുക്ക് ഇതും ബോർഡിൽ എഴുതാട്ടോ. കണ്ടു കഴിഞ്ഞില്ല എല്ലാവരും? എന്നാ ടീച്ചർ ബോർഡിൽ എഴുതാം. നോക്കിക്കോളൂ. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നെ ഒരു ബിഗ് കർവ്, ക്യാപിറ്റൽ ലെറ്റർ ഡി. ഒന്നും കൂടി നോക്കിക്കേ. സ്റ്റാൻഡിംഗ് ലൈൻ, ബിഗ് കർവ്, ക്യാപിറ്റൽ ലെറ്റർ ഡി. എല്ലാവരും എഴുതിക്കേ നോട്ട്ബുക്കിലോട്ട്. അടുത്തത് ടീച്ചറിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഡോഗ്. ഡി ഫോർ ഡോഗ്. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഇതിന്റെ ഒരു പിക്ചറും കൂടി ഉണ്ട്. ടീച്ചർ അത് കാണിച്ചു തരാട്ടോ. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. ഡി ഫോർ ഡോഗ്. കണ്ടില്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 4 ആൽഫബറ്റ്സ് ആണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ ടീച്ചർ 4 എണ്ണം പഠിപ്പിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ 4 എണ്ണം? എ ബി സി ഡി. നിങ്ങൾ പഠിച്ചില്ലേ? ഈ ടീച്ചർ ഇത് എല്ലാം ഒന്നുകൂടി ബോർഡിൽ എഴുതാട്ടോ. എല്ലാവരും നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കണം. നോട്ട്ബുക്ക് ടീച്ചർ നാളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നോക്കിക്കേ. എ ബി സി ഡി. ഒന്ന് പറഞ്ഞേ ആമിന. വെരി ഗുഡ്. ഇന്ന് ടീച്ചർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ബോർഡിൽ എഴുതാട്ടോ. എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചിരുന്നോണം. എ ഫോർ ആപ്പിൾ. അടുത്തത് എന്താണ് നിങ്ങൾക്കൊന്ന് പറയാമോ? ബി ഫോർ ബോൾ. ബി ഫോർ ബോൾ. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ. ഇനി ലാസ്റ്റ് 2 എണ്ണം കൂടി ഉണ്ടല്ലോ. അത് റോസ്ലി ഒന്ന് പറഞ്ഞേ. സി ഫോർ കാറ്റ്, ഡി ഫോർ ഡോഗ്. Wow, super. ടീച്ചറെ ബോർഡിൽ എഴുതാട്ടോ. നോക്കിക്കോട്ടോ നിങ്ങള്. C for cat. നെക്സ്റ്റ് എന്താണ് റോസ്ലി പറഞ്ഞത്? D for dog. C for cat, D for dog. A for apple, B for ball, C for cat, D for dog. ഓ ബെല്ലടിച്ചല്ലോ. കറക്റ്റ് ടൈമിലാണ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞത്. അപ്പൊ കുട്ടികളെ നാളെ വരുമ്പോൾ നല്ലതുപോലെ എഴുതി പഠിച്ചിട്ട് വാട്ടോ. ഓക്കെ, see you tomorrow.